ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേര് ദേവിക ആൻഡ് ടുമോറോ ഐ എം ടേണിങ് 26. സോ ഞാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ 26 കാര്യങ്ങൾ, എന്നെക്കുറിച്ചുള്ള 26 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് വൺ വെച്ച് I have got so many beautiful peoples in my life. And second one is I'm not a person who takes an extra effort to maintain the connection. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എല്ലാം പഴയ പോലെ തന്നെ, അങ്ങനെയല്ല, ലൈക്ക് ദ വൈബ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷെ ഞാൻ ഒരു എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ആളല്ല. പിന്നെ ഐ ഹാവ് എ ഗ്രേറ്റ് ഫാമിലി. പക്ഷെ എൻ്റെ പാരൻസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഹേർട്ടാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെ ഇടയിലുള്ള ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത്. ഇത് അധികം വീട്ടിലുണ്ടാകും സിബ്ലിങ്സിൻ്റെ ഇടയിൽ. അത് എൽഡർ വണ്ണിന് വേറൊരു റൂള്, യങ്ങർ വണ്ണിന് വേറൊരു റൂള്, അങ്ങനെയൊക്കെ. അതെനിക്ക് ഭയങ്കര ഹേർട്ടാവലുണ്ട് ചില സമയത്ത്. എനിക്ക് ആൾക്കാരെ ജഡ്ജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. ഈവൻ ഒരാളെ നോട്ടം പോലും എൻ്റെ ആ ദിവസം മൊത്തം റൊയിൻ ചെയ്യാനുള്ളൊരു, എൻ്റെ ആ ദിവസം മൊത്തം നശിപ്പിക്കാനുള്ളൊരിതുണ്ട്. പിന്നെ അത് ഭയങ്കര പേടിയുള്ള കാര്യം എന്നെ അത് ഭയങ്കര ഒരു ഇതാക്കുന്ന കാര്യമാണ്. ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഐ ലിറ്ററലി ഐസൊലേറ്റ് മൈസെൽഫ് ആൻഡ് ടേക്സ് മൈ ഓൺ ടൈം ടു ബി ഓക്കെ ആൻഡ് ഹീൽ വാട്ട് എവർ. ഓക്കെ, അങ്ങനെ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ആൻഡ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യം വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഇത്രയും ഇയേഴ്സായിട്ട് ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ വൺ ഡേ എനിക്ക് വണ്ടി ഓടിക്കുന്ന പഠിക്കണം, ലൈസൻസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. പിന്നെ ഈ വർഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പിന് പോയി. ആൻഡ് ആ 2 ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഡേയ്സ് ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റുന്ന 2 ദിവസങ്ങളതിന് ഞാൻ അത്രയും പ്രൗഡായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന 2 ദിവസങ്ങളതിനും. പിന്നെയുള്ളത്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഐ സ്പെൻഡ് ഓൾ ദ മണി ഫോർ മീ ആൻഡ് മൈ ലവ്ഡ് വൺസ് അറൗണ്ട് മീ. ഒരു സേവിങ്സും ബാക്കിയില്ല, എല്ലാം ഞാൻ സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ബ്യൂട്ടി, ഫാഷൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മീൻസ് ഡ്രസ്സപ്പ് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും ഞാൻ. ഈ വർഷം ഐ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് കോണ്ടൻറ്റ് ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ എനിക്കിപ്പോൾ 2000+ ഫോളോവേഴ്സായി. ആൻഡ് യൂട്യൂബിൽ 74, എന്നെ തീർത്തും അറിയാത്ത 74 ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു പീപ്പിൾസ്. ലവ്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഐ എം സ്റ്റിൽ അൺഎംപ്ലോയിഡ്. പക്ഷേ എനിക്ക് എൻ്റെ ഡ്രീം ജോബ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാനത് ഒന്ന് സക്സസ് ആയിട്ട് ഞാൻ ഇവിടെ പറയാം. പിന്നെ ഐ ലവ് കുക്കിംഗ് ആൻഡ് ഐ ലവ് ഡോക്യുമെൻറ്റിങ്. ആൻഡ് എൻ്റെ വൺ ഓഫ് മൈ ലവ് ലാംഗ്വേജസ് ഈസ് കുക്കിംഗ് ഫോർ പീപ്പിൾ. ഐ ലവ്. പിന്നെ ഈ വർഷമല്ല, 2 വർഷത്തിനിടയ്ക്ക് ഐ ഗോട്ട് ബിട്രേഡ് by the people I trusted once. ഞാൻ അത്രയും വിശ്വസിച്ച ആൾക്കാർ എന്നെ ചാമ്പിപ്പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ഐ എം ഗ്രേറ്റ്ഫുൾ. കാരണം ഓരെൻ്റെ ലൈഫിൽ ഒരെണ്ണ ഡിസേർവ് ചെയ്യുന്നില്ല, ഓരെൻ്റെ ലൈഫിൽ നിൽക്കാൻ ഒരിതുമില്ല. അതുകൊണ്ട് ഒരു പോയി, ഇത്രേ ഉള്ളൂ. പിന്നെ ഐ ആം ഓൾവേസ് പ്രൗഡ് ഓഫ് മൈസെൽഫ് ദാറ്റ് ഐ വാസ് ഓൾവേസ് ബീൻ ദെയർ ഫോർ മീ വെൻ ഐ വാസ് ടിയർഡ് ഇൻ ടു പീസസ്. ഞാൻ അത്രയും ഹേർട്ടായി നിൽക്കുന്ന സമയത്തും ചുറ്റും ആരും ഇല്ലെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാലോചിച്ച് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാൻ ചെറിയ കാര്യത്തിലും ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ആളാണ്. എനിക്ക് ചെറിയ കാര്യം കിട്ടിയാൽ ഞാൻ അത്
ചിന്തിച്ച് പഴയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് എനിക്ക് മാറ്റണത്. ഏറ്റവും എനിക്ക് സഹിക്കാൻ പറ്റാത്ത അല്ല എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെയും പിന്നെ എന്നെ കൺട്രോൾ ചെയ്യുന്ന മാതിരിയുള്ളൊരു ഫീലിംഗ് ആരുടെ അടുത്തൊന്ന് വരികയാണെങ്കിലും എനിക്കത് തീരെ സഹിക്കാൻ പറ്റൂല. ഐ വിൽ കട്ട് ഓഫ്. ആരാണെങ്കിലും ഞാൻ അത് വേണ്ട വെക്കും. എനിക്ക് ചെറിയ ചെറിയ സർപ്രൈസസ് കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് എപ്പോഴും സർപ്രൈസസും ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു ഒക്കേഷൻ ആയിട്ട് വേണമെന്നില്ല, അല്ലാണ്ടാണെങ്കിലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് ചെയ്തു കൊടുക്കാറുണ്ട് മാക്സിമം. ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ തീരെ ഇഷ്ടമല്ല. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലും അത് അക്സെപ്റ്റ് ചെയ്യാനോ അവർക്ക് അതിനൊരു സോറി പോലും ഫീൽ ചെയ്യാത്ത ആൾക്കാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് ലൈഫിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് മോമോസ്, സൺസെറ്റ്സ്, പിന്നെ ഫുൾ മൂൺ ഡേയ്സ്, പിന്നെ സൺഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലില്ലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. സൺഫ്ലവർ എനിക്ക് കിട്ടി, ഞാൻ ട്രിപ്പ് പോയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സൺഫ്ലവേഴ്സിനോട് എനിക്കുള്ള ആക്രാന്തം. പിന്നെ ഇപ്പം പിന്നെ എനിക്ക് പെട്രോളിൻ്റെയും പിന്നെ പുതിയ നനഞ്ഞ മണ്ണിൻ്റെയും സ്മെല്ലില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഹൈ ലെവൽ ഓഫ് മൂഡ് സ്വിങ്സിലുള്ള ഒരാളാണ് ഞാൻ. അതെനിക്ക് ചില സമയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഐ റിയലി അഡോർ പീപ്പിൾ ഹു മേക്സ് ആൻ എഫേർട്ട്. എന്താ പറയുക, ദ ആക്ട് ഓഫ് നോട്ടീസിങ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അഡോർ ചെയ്യും. കാരണം നമ്മൾ ആവശ്യപ്പെടാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഐ ലവ് ദോസ് പീപ്പിൾ. അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവണം. അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഞാൻ അത് ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും. അതിപ്പോൾ എന്താണെങ്കിലും ഒരു ചെറിയ കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തരും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ അത് സൂക്ഷിച്ച് വെക്കും. എൻ്റെ ടേബിൾ ചിലപ്പോൾ തുറന്നു നോക്കിയാൽ കാണാം പലരും പലപ്പോഴും അയച്ചു തന്ന മുട്ടായി കവറുകൾ, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ആൾക്കാരുടെ കൂടെ പോയിട്ടുള്ള ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, അങ്ങനെയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കും അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെനിക്ക് എന്നോട് തന്നെ പറയാനുള്ളതാണ്. ഐ ആം എ പേഴ്സൺ ഹു നെവർ ഗേവ് അപ്പ് ഓൺ മൈസെൽഫ് ആൻഡ് ഐ എം കോൺസ്റ്റൻ്റ്ലി ഗ്രോയിങ്, healing and moving forward for my own dreams. That's it. So ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഇനി നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അതൊരു നോർമൽ ഡേ ആയിരിക്കും മിക്കവാറും. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ വർഷം തീരുന്നതിന് മുന്നേ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണമെന്ന്. പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ ഞാനും കുറച്ച് ഇതാക്കണം. ഞാൻ ഇവിടെ തീരെ കൺസിസ്റ്റൻ്റ് അല്ല. പക്ഷേ ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കും. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കും. സോ ദാറ്റ്സ് ഓൾ. ബൈ. താങ്ക് യു. പ്ലീസ് ഇഫ് യു ആർ ന്യൂ ഹിയർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എങ്ങനത്തെ കണ്ടൻ്റാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ ഗൈസ്.